നഗരത്തിലെ വീടുകളിലേക്ക് വിതരണം ചെയ്യാനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ ഭരണസമിതി എത്തിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ഡ്രെയിനേജ് ടാങ്കുകൾ വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. ജഗതി മൈതാനത്തിലാണ് 100-ലേറെ ടാങ്കുകൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ടാങ്കുകൾ 1 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന് മുൻ ഭരണസമിതിയുടെ പ്രഖ്യാപനം 1 വർഷം കഴിഞ്ഞിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണകാലത്താണ് വിതരണത്തിനായി ഡ്രെയിനേജ് ടാങ്കുകൾ എത്തിച്ചത്. ഡ്രെയിനേജ് പ്രശ്നമുള്ള കോർപ്പറേഷൻ പരിധിയിലുള്ള വീടുകളിൽ വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 1 വർഷത്തിലേറെയായി ടാങ്കുകൾ ഇങ്ങനെ ജഗതി മൈതാനത്ത് വെയിലും മഴയുമേറ്റ് നശിക്കുകയാണ്. നിരവധി ആളുകളാണ് ടാങ്കിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ഭൂരിഭാഗം അപേക്ഷകർക്കും ടാങ്ക് ലഭിച്ചിട്ടില്ല. 2 ഘട്ടമായിട്ടാണ് ടാങ്കുകൾ മൈതാനത്ത് എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ആദ്യം കൊണ്ടുവന്ന ഡ്രെയിനേജ് ടാങ്കുകൾക്ക് മുകളിലായി വള്ളിച്ചെടികൾ പടർന്ന് കാട് കയറി കിടക്കുകയാണ്. ചില വാർഡുകളിൽ വിതരണം ചെയ്തെങ്കിലും എത്ര പേർക്ക് വിതരണം ചെയ്തു എന്നതിൽ വ്യക്തതയില്ല. ഏത് ലക്ഷ്യം മുൻനിർത്തിയാണോ ടാങ്കുകൾ എത്തിച്ചത് അതിന്റെ 4/1 പോലും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഇടപാടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളക്കളി നടന്നിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ BJPയുടെ ആരോപണം. BJP ഭരണം പിടിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നിലവിലെ കോർപ്പറേഷൻ ഭരണസമിതി ടാങ്കുകൾ കൃത്യമായി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിച്ചതായാണ് വിവരം. ജനം, തിരുവനന്തപുരം.